ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയാണ്. എല്ലാവർക്കും അറിഞ്ഞോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, എങ്കിലും എനിക്കതെല്ലാം പണി കിട്ടി. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് അറിയിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പം ഇനി ഷോർട്സ് ചെയ്യുമ്പോഴും വീഡിയോസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വാച്ചിങ് അവർ മൊത്തം കുത്തന്നെ താഴേക്ക് ഇടിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിൻ്റെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ ഇടണം. അപ്പം താല്പര്യമുള്ളവർക്ക് വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതാണ്. കാരണം മോണിറ്റൈസേഷൻ എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ ആയവർക്കാണെങ്കിൽ പ്രശ്നമില്ല. മോണിറ്റൈസേഷൻ ആകാനായിട്ട് കാത്തിരിക്കുന്നവർക്ക്, ഇപ്പം ഞാനാണെങ്കിൽ തന്നെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അത്രയും മണിക്കൂറാക്കിയത്, അത് ഒരു ദിവസം രാവിലെ എടുത്ത് നോക്കിയപ്പോൾ വീഡിയോസ് ഒന്നും കാണുന്നില്ല, അതെല്ലാം ഷോർട്സിൽ ആടായി കിടക്കുകയാണ്. അതുപോലെ തന്നെ എന്നാ മണിക്കൂറുകൾ അത്രയും കുറഞ്ഞു പോയി. അപ്പം ഞാൻ വീണ്ടും ഇപ്പോൾ മണിക്കൂറുകളാക്കിക്കൊണ്ട് വരുന്നുള്ളൂ. അപ്പം അത്രയും കുറഞ്ഞു നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റും. കാരണം നമ്മൾ ഓരോ കണ്ടന്റും കഷ്ടപ്പെട്ടെടുത്ത് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ഇനി ഈ കാര്യം ശ്രദ്ധിച്ച്. അപ്പോൾ പുതിയ അപ്ഡേഷൻ എന്നാന്ന് വിചാരിച്ചാൽ യൂട്യൂബിൻ്റെ ഷോർട്സിൻ്റെ ടൈം കൂട്ടിയിരിക്കുകയാണ്. അപ്പം 3 മിനിറ്റ് ആക്കിയിരിക്കുകയാണ് ഷോർട്സിൻ്റെ ടൈം. അപ്പം 3 മിനിറ്റ് താഴെയുള്ള എല്ലാ ലോങ് വീഡിയോസും നമ്മുടെ ഷോർട്സിലേക്ക് ആഡാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സാധാരണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അത് ലോങ് വീഡിയോ അപ്ലോഡ് ആവുന്ന പോലെ തന്നെ ആയിരിക്കും. പക്ഷേ അപ്ലോഡ് ആയി കഴിയുമ്പോൾ എന്താണ്, അത് ഷോർട്സിലേക്ക് ആഡായി പോവുകയാണ്. അപ്പോൾ ആരും ഇനി 3 മിനിറ്റ് താഴെ വീഡിയോസ് എടുക്കാതിരിക്കുക. 3 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് ലോങ് വീഡിയോസ് ആയിട്ട് എടുക്കുക. അപ്പം ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും 3 മിനിറ്റ് താഴെയുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ഷോർട്സിലേക്ക് ഓൾറെഡി എല്ലാവരുടെയും ആഡായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനി എൻ്റെ വീഡിയോസ് എല്ലാം ആഡായി. ഇപ്പം നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ട് എന്ത് കണ്ടന്റ് എടുക്കണമെന്ന് പോലെ അറിയാതെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ചെയ്തൊന്ന് വാച്ചിങ് അവർ കൂട്ടി വരുമായിരിക്കും. അപ്പോഴാണ് നമ്മുടെ പലർക്കും സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംഭവിച്ചു. എൻ്റെ വാച്ചിങ് അവർ പകുതി മുക്കാലും വാച്ചിങ് അവർ പോയെന്ന് തന്നെ പറയാം. കാരണം ഞാൻ 1.5 മിനിറ്റിലുള്ള വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അപ്പം ഞാൻ 1.5 മിനിറ്റ് താഴെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് ലോങ് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു റീച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ടൈം കുറച്ച് ചെയ്തതാണ്. പക്ഷേ ആ വീഡിയോസിന് ഓരോന്നിനൊക്കെ 58-68 മണിക്കൂർ വരെ കിട്ടിയ വീഡിയോസ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഫ്ലോപ്പായി പോയെന്നാണ് പറയേണ്ടത്. കാരണം ആ 3 മിനിറ്റ് ആക്കിയതുകൊണ്ട് അതിൽ താഴെയുള്ള എൻ്റെ വീഡിയോസ് മുഴുവൻ ഷോർട്സിലേക്ക് ആഡായി പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ മണിക്കൂറെല്ലാം എൻ്റെ വാച്ചിങ് അവറിൽ നിന്ന് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ആൾക്കാർക്കെങ്കിലും ആപത്തം പറ്റരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ഇനി ആർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ 3 മിനിറ്റിന് താഴെയുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുക. അഥവാ നിങ്ങൾ 3 മിനിറ്റിന് താഴെ വീഡിയോസ് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾ 16:9 റേഷ്യോയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം 9:16 റേഷ്യോയിൽ വീഡിയോ ചെയ്യാതിരിക്കുക. അത് ഷോർട്സിൻ്റെ വീഡിയോ ചെയ്യുന്ന അതായത് നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി അപ്പോൾ 16:9 റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ ലാൻഡ്സ്കേപ്പിൽ വെച്ച് ഫോൺ വീഡിയോ ചെയ്യുക. അതായത് ഒരു ഫോൺ കാണിച്ചു തരാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ലോങ് വീഡിയോസ് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഫോൺ ഇങ്ങനെ വെച്ച് പോർട്രേറ്റ് വെച്ച് വീഡിയോസ് എടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ച് ഫോൺ ഇങ്ങനെ വെച്ച് നമ്മൾ ഷോർട്സ് ആണ് കൂടുതലും വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് വീഡിയോസ് എടുക്കുക. ലാൻഡ്സ്കേപ്പിൽ വെച്ച് 16:9 റേഷ്യോയിൽ വെച്ച് ഫോൺ വെച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോ 3 മിനിറ്റിന് താഴെയാണെങ്കിൽ പോലും ഷോർട്സിലേക്ക് ആഡാവത്തില്ല. അപ്പോൾ കഴിവതും അങ്ങനെ വീഡിയോ ചെയ്യുക. അപ്പോൾ എനിക്കിതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഇനി വീഡിയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുക. അതും 3 മിനിറ്റിൽ താഴെയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഫോൺ വെച്ചിട്ട് ചെയ്യാൻ ഓർക്കുക. അല്ലെങ്കിൽ ഷോർട്സിലേക്ക് ആഡായി പോകും. നമുക്ക് ആ ഷോർട്സിൽ ആഡായി പോയി കഴിഞ്ഞാൽ ആ വാച്ചിങ് അവർ ഒന്നും നമുക്ക് എടുക്കത്തില്ല. നമ്മുടെ മോണിറ്റൈസേഷൻ വാച്ചിങ് അവറിൽ നിന്ന് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോൺ 16:9 റേഷ്യോയിൽ ഫോൺ വെച്ചിട്ട് വീഡിയോസ് എടുക്കാൻ നോക്കുക. ഷോർട്സിൻ്റെ റേഷ്യോയിൽ വീഡിയോസ് എടുക്കാതിരിക്കുക. അപ്പോൾ ഇത് പറയാനാണ് വന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.